ഗുഡ് മോർണിംഗ്. വളരെ മനോഹരമായൊരു ദിവസത്തിൻ്റെ തുടക്കം നമുക്ക് നമ്മുടെ ചേതനയെ സംബന്ധിച്ച വിഷയങ്ങളിലേക്ക് കടക്കാം. COP13 കെയർ ഓഫ് പേഷ്യൻസിൻ്റെ 13ാമത്തെ സ്റ്റാൻഡേർഡ് പറയുന്നത് നമ്മളുടെ സെൻസേഷൻ ഇല്ലാതാക്കുന്നത് സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ചാണ്. ജീവിതത്തിൽ വളരെ മനോഹരമായി നമ്മൾ അനുഭവിക്കുന്ന ഒരു കാര്യമാണ് നമുക്കുള്ള സെൻസേഷൻസ്. നമുക്ക് ഒരു കാര്യത്തെ വേദനയായാലും സ്പർശനത്തെ ആണെങ്കിലും ഒക്കെ തിരിച്ചറിയാനുള്ള കഴിവ്. നമ്മുടെ ശരീരത്തിനുള്ളിലെ ഇലക്ട്രിക് പൾസാണ് അതിന് സഹായിക്കുന്നതെന്ന് നമുക്കറിയാം. നമ്മുടെ ന്യൂറോൺ സിസ്റ്റം പലപ്പോഴും ഈ പൾസസിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഐഡൻറ്റിഫൈ ചെയ്യാനും കഴിവുള്ളതാണ്. അത് വോൾട്ടേജ് വേരിയേഷനിൽ കൂടെയാണ് ഈ സെൻസേഷൻസ് നമ്മുടെ ബോഡിയിൽ ഏതൊരു ഭാഗത്താണ് പ്രശ്നമെന്ന് തലച്ചോറിനെ അറിയിക്കുക. തലച്ചോറിൻ്റെ വ്യത്യസ്തമായ കേന്ദ്രങ്ങളിൽ ഈ സെൻസേഷന് വ്യത്യസ്തമായ റിസർച്ചുകൾ തന്നെയുണ്ട്. എങ്ങനെയാണിത് സംഭവിക്കുന്നതെന്ന് തിരിച്ചറിയാനും അതിനെതിരെ എങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന് മനസ്സിലാക്കുന്നതിനും പ്രത്യേക സംവിധാനങ്ങൾ തലച്ചോറിനുള്ളിലുണ്ട്. അവിടെ വരെ ശരീരത്തിൻ്റെ വേദന എടുത്ത അല്ലെങ്കിൽ ഒരു സ്പർശനം കിട്ടിയ ഏതെങ്കിലും ഒരു സെൻസേഷൻ ടെമ്പറേച്ചർ ഉണ്ടായ സ്ഥലത്തുനിന്ന് ഇലക്ട്രിക് പൾസായിട്ടാണ് ബ്രെയിനിലേക്ക് ഇൻഫർമേഷൻ എത്തുന്നത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഈ സെൻസേഷൻ എത്താതിരിക്കാനായിട്ട് രണ്ട് കാര്യങ്ങൾ ചെയ്യാം. ഒന്ന്, അത്തരത്തിൽ മൂവ് ചെയ്യുന്ന ഇലക്ട്രിക് പൾസിനെ നമുക്ക് ഓപ്പോസിറ്റ് ഇലക്ട്രിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് പോകുന്ന വഴിയിൽ ക്യാൻസൽ ചെയ്യാം. അതായത് ഇപ്പോൾ പോസിറ്റീവ് പൾസസ് ആണ് പാസ് ചെയ്യുന്നതെങ്കിൽ അത് പാസ് ചെയ്യുന്ന നേഴ്സിന് അല്ലെങ്കിൽ ആ ഒരു മെസ്സേജിങ് സിസ്റ്റത്തിന് ആ മെസ്സേജിങ് സിസ്റ്റത്തിൻ്റെ ചുറ്റുപാടും ഹൈ ഡെൻസിറ്റിയിൽ നെഗറ്റീവ് ചാർജ് അപ്ലൈ ചെയ്ത് വയ്ക്കാം. അപ്പോൾ അവിടെ വരുന്ന പോസിറ്റീവ് സിഗ്നൽസ് ക്യാൻസൽ ചെയ്യപ്പെടും. അതർവൈസ് ഇത് പ്രോസസ്സ് ചെയ്യുന്ന ബ്രെയിനിൻ്റെ ഭാഗങ്ങളെ ടെമ്പററി ആയിട്ട് ഓഫ് ചെയ്ത് വയ്ക്കാം. നമ്മളിപ്പോൾ കോമ സ്റ്റേജിലൊക്കെ ആണെന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഒരു ബ്രെയിനിൻ്റെ സിമുലേഷൻസ് റിസർച്ചുകൾ നിന്നിരിക്കുകയാണ്. ആ ഒരു സ്റ്റേജിലേക്ക് ഉണർത്താൻ പറ്റുന്ന രീതിയിലേക്ക് കൊണ്ടുപോകാം. യഥാർത്ഥത്തിൽ രണ്ട് തരം അനസ്തേഷ്യകളാണ്. നമ്മൾ 4 തരം അനസ്തേഷ്യ എന്നൊക്കെ പറയുമ്പോഴും അത് എഫക്റ്റ് ചെയ്യുന്ന രീതി അനുസരിച്ച് 2 തരമാണ് അനസ്തേഷ്യ. ഒന്ന്, ഇത്തരത്തിലുള്ള മെസ്സേജുകൾ പോകുന്ന പാത്ത് വേസിനെ, ആ വഴികളെ ഓപ്പോസിറ്റ് ചാർജ് ഉപയോഗിച്ചുകൊണ്ട് ഫ്രീസ് ചെയ്യുന്നത്. മറ്റൊന്ന്, കിട്ടുന്ന സിഗ്നലുകളെ പ്രോസസ്സ് ചെയ്യുന്ന പരിപാടിയിൽ നിന്ന് നമ്മളെ പിന്നീട് തിരിച്ച് വിളിച്ചുണർത്താൻ കഴിയുന്ന രീതിയിൽ അതിനെ ഉറക്കുക എന്ന് പറഞ്ഞ ഈ 2 രീതികളാണുള്ളത്. സോ COP13 എന്ന് പറഞ്ഞ സ്റ്റാൻഡേർഡ് അനസ്തേഷ്യ സർവീസസ് ആർ പ്രൊവൈഡഡ് ഇൻ എ കൺസിസ്റ്റന്റ് ആൻഡ് സേഫ് മാനർ എന്ന് പറയുമ്പോൾ ഇത് വളരെ ശ്രദ്ധയോടെ സുരക്ഷിതമായി ചെയ്യേണ്ട ഒരു സർവീസാണ് നമ്മുടെ ഹോസ്പിറ്റലിൽ. കാരണം സർജറിയുടെ ഇടയിൽ ഉണ്ടാകാൻ പറ്റുന്ന ഏറ്റവും മോശമായ കാര്യങ്ങളിൽ പലതും അനസ്തേഷ്യയായിട്ട് വളരെ കണക്റ്റഡ് ആണ്. ഒരു സർജറിക്ക് വേണ്ടിയിട്ട് വരുന്ന ഒരു പേഷ്യൻറ്റിൻ്റെ അനസ്തേഷ്യ അയാൾക്ക് അഫോർഡബിൾ ആണോ, അയാളുടെ മുൻകാല ചരിത്രങ്ങളനുസരിച്ച്, ചികിത്സകളനുസരിച്ച്, കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നനുസരിച്ച് അനസ്തെറ്റിക് ഡ്രഗ്സ്, അവിടെ ഡ്രഗ്സ് എന്നത് കൃത്യമാണ് കേട്ടോ. കാരണം ഈ അനസ്തേഷ്യ ദന്തിസ്റ്റുകളൊക്കെ ഒരുപാട് പ്രയാസപ്പെട്ടിരുന്ന ഒരു കാലമുണ്ട്. ദന്തിസ്റ്റുകളാൽ ഒരു ചരിത്രം പറയുന്നത് ദന്തിസ്റ്റാണ് കണ്ടുപിടിച്ചത്, വേറൊരു ചരിത്രം പറയുന്നത് ഒപ്താൽമോളജിസ്റ്റാണ് കണ്ടുപിടിച്ചത് എന്നൊക്കെയാണ്. അതിൽ ഏറ്റവും കൂടുതൽ പേര് സപ്പോർട്ട് ചെയ്യുന്ന ദന്തിസ്റ്റുകളുടെ ഒരു ഇന്നോവേഷനായിട്ടാണ്. ഈ ഒരു പെയിൻ റിലീഫ് ചെയ്യാനായിട്ട് ആൽക്കഹോളും മയക്കുമരുന്നുകളും ഉപയോഗിച്ചിരുന്ന 1840കളിലിരുന്ന് 1870കളിലേക്ക് എത്തുമ്പോൾ നമുക്ക് ആദ്യമായി ഒരു റിസർച്ച് ബേസ്ഡ് ആയിട്ട് അനസ്തേഷ്യ ഡ്രഗുകൾ എന്ന രീതിയിലേക്ക്, അതായത് ഈ മറ്റ് ആൽക്കഹോളും മറ്റ് ഡ്രഗുകളും ഒക്കെ കൊടുക്കുമ്പോൾ അതിൻ്റെ സൈഡ് എഫക്റ്റുകൾ പലപ്പോഴും കൺട്രോൾഡ് അല്ല.
നമ്മുടെ ഇന്നത്തെ ഏറ്റവും മോസ്റ്റ് മോഡേൺ അനസ്തേഷ്യയ്ക്ക് പോലും സൈഡ് എഫക്റ്റുകളുണ്ട്. പക്ഷെ അത് കൺട്രോൾഡ് ആണ്. നമ്മൾ ഈ അനസ്തേഷ്യയിൽ ഒരു കോമ സ്റ്റേജിലേക്ക് പേഷ്യൻറ്റിനെ കൊണ്ടുപോകുന്നുണ്ട്, നമുക്കത് ഉണർത്താൻ കഴിയും. മീൻസ് അത് കൃത്യമായി കൺട്രോൾഡാണ്. ഈ റീജിയണൽ അനസ്തേഷ്യ നമുക്ക് പർട്ടിക്കുലർ ടൈം ഫ്രെയിമിലേക്കാണ് കൊടുക്കുക. നമ്മൾ കൊടുക്കുന്ന ജനറൽ അനസ്തേഷ്യ എത്ര നേരം നിലനിൽക്കണമെന്ന് നമുക്ക് തീരുമാനിക്കാൻ കഴിയും. അതിന് നല്ല യന്ത്ര സംവിധാനങ്ങൾ ഉൾപ്പെടെ ഉണ്ട്. ഇവാലുവേഷൻസ് ഡോക്യുമെൻ്റ് ചെയ്യപ്പെട്ട് പ്രീ ഇൻഡക്ഷൻ അസസ്മെൻറ്റ് ഉണ്ട്, പ്രീ അനസ്തെറ്റിക് കൺസൾട്ടേഷൻ ഉണ്ട്. പ്രീ അനസ്തേഷ്യ കൺസൾട്ടേഷനിൽ ആ പേഷ്യൻ്റെ ഹിസ്റ്ററി മുഴുവനും എടുത്ത് അവരതിന് ഫിറ്റ് ആണെന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് ഇൻവാസീവ് സർജറിയിലേക്ക് അവർ മൂവ് ചെയ്യാൻ ഡിസൈഡ് ചെയ്യുന്നത്. അത്തരത്തിൽ ഡിസൈഡ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ പ്രീ ഇൻഡക്ഷൻ അസസ്മെന്റ് തൊട്ട് മുമ്പ്, സർജറിക്ക് തൊട്ട് മുമ്പ് മറ്റു വേരിയേഷൻസ് ഒന്നും വന്നിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തുന്നുണ്ട്. എമർജൻസി സർജറികളിൽ ഇതിന് അല്പ വ്യത്യാസമുണ്ട്, കാരണം ഇത് രണ്ടും മിക്കവാറും ഒരുമിച്ചായിരിക്കും, ബാക്ക് ടു ബാക്ക് ആയിരിക്കും ചെയ്യുക. ഇനി ഈ ഒരു പേഷ്യൻറ്റിൻ്റെ അനസ്തേഷ്യയിൽ റെഗുലറായിട്ട് ടെമ്പറേച്ചറും ഹാർട്ട് റേറ്റും കാർഡിയാക് റിതവും റെസ്പിറേറ്ററി റേറ്റും ബ്ലഡ് പ്രഷറും ഓക്സിജൻ സാച്ചുറേഷനും ഒക്കെ നിരന്തരമായി മോണിറ്റർ ചെയ്യണം. ഇങ്ങനെ മോണിറ്റർ ചെയ്ത് ഡോക്യുമെന്റ് ചെയ്യണം. നമ്മുടെ ഹോസ്പിറ്റലിൽ ശരിക്കും ഗ്രേപ്സിൽ അതിന് AI എനേബിൾഡ് ആയിട്ടുള്ള ഡോക്യുമെന്റേഷൻ ഫെസിലിറ്റി ഉണ്ട്. നിങ്ങൾക്ക് കൃത്യമായിട്ട് ആ ഒരു സമയം കമ്പ്യൂട്ടർ ആക്സസ് ചെയ്യാൻ പറ്റില്ല എങ്കിൽ MyOT എന്ന് പറഞ്ഞ മൊബൈൽ ആപ്ലിക്കേഷനിൽ നിങ്ങൾ ആ സാഹചര്യം എക്സ്പ്ലെയിൻ ചെയ്യുന്നതനുസരിച്ച് ഈ വൈറ്റൽസ് അത് സ്വയം റെക്കോർഡ് ചെയ്യാനുള്ള സംവിധാനം നമ്മുടെ ഏറ്റവും മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള ഗ്രേപ്സ് IDMR അല്ല, ഗ്രേപ്സ് AI എന്ന് പറഞ്ഞ നമ്മളുടെ സോഫ്റ്റ്വെയറിലുണ്ട്. സോ അതിൻ്റെ MyOT ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടും അത് അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൽ നിന്ന് സ്വാഭാവികമായിട്ടും സോഫ്റ്റ്വെയർ ഈ വൈറ്റൽസിനെ ഐഡൻറ്റിഫൈ ചെയ്ത് റെക്കോർഡാക്കി സേവ് ചെയ്ത് തന്നുള്ളൂ. അപ്പോൾ ഇത്തരത്തിൽ ഈ ചെയ്യുന്ന കണ്ടിന്യൂസ് മോണിറ്ററിംഗിന് ശേഷം പേഷ്യൻറ്റിൻ്റെ പോസ്റ്റ് അനസ്തേഷ്യ സ്റ്റാറ്റസ് മോണിറ്ററിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ അനസ്തേഷ്യ എന്ന് പറഞ്ഞതിന് വളരെ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജ് ഉണ്ട്, കാരണം അതൊരു സഡേഷനിലേക്ക് കൊണ്ടുപോകുന്ന അവസ്ഥയിൽ നിന്ന് ചിലപ്പോൾ പൂർണ്ണമായ അബോധാവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നതിലേക്ക് എത്തിപ്പെടുന്ന ഒരു പ്രോസസ്സുകളുടെ വേരിയേഷൻ അവിടെയുണ്ട്. കോമ്പിനേഷൻ ഓഫ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് അനസ്തേഷ്യ ഉപയോഗിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. ചില സമയത്ത് റീജിയണൽ അനസ്തേഷ്യ ഉപയോഗിച്ചിട്ട് അത് ജനറൽ അനസ്തേഷ്യയിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ട ആവശ്യം വരാറുണ്ട്. അപൂർവമായി ചില പേഷ്യൻസിന് കംപ്ലീറ്റ് സെൻസേഷൻ നഷ്ടപ്പെടാറില്ല. അവർക്ക് ഈ സർജറിയൊക്കെ നമ്മളുടെ കാൽക്കുലേഷൻ അനുസരിച്ച് ഡ്രഗ് കൊടുത്തു കഴിഞ്ഞാലും അവർക്ക് ഈ സർജറി ഫീൽ ചെയ്യുമ്പോൾ പാനിക് അറ്റാക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ കണ്ടിന്യൂസ് മോണിറ്ററിങ്ങിൽ നിന്ന് മാത്രമാണ് തിരിച്ചറിയാൻ കഴിയുകയും അതിന് പ്രിക്കോഷൻസും എടുക്കാൻ കഴിയുകയും. ഈ അടുത്ത ദിവസങ്ങളിൽ ഒരു കനേഡിയൻ മാധ്യമത്തിൽ ഇതിനെക്കുറിച്ച് ഒരു 45 വയസ്സുള്ള സ്ത്രീ അനസ്തേഷ്യയെ ആ ഒരു സഡേഷനിൽ പോകാതെ സർജറി കംപ്ലീറ്റ് 100% സെൻസേഷനിൽ അവരായിരുന്നതിനെ കുറിച്ചൊരു ന്യൂസ് വന്ന് നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ അനസ്തേഷ്യയുടെ മെഡിക്കേഷൻസിൻ്റെ ഡോക്യുമെൻറ്റേഷൻ വളരെ ഇമ്പോർട്ടൻ്റ്, കാരണം ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മെഡിക്കേഷൻസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ മസിൽസ് റിലാക്സേഷനും തിരിച്ച് നമുക്ക് പേഷ്യൻറ്റിനെ കൊണ്ടുവരുന്നതിനൊക്കെ ഉപയോഗിക്കുന്ന ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എല്ലാ മെഡിക്കേഷൻസും സീക്വൻസ് വൈസ് അത് ഡോക്യുമെൻ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു അനസ്തേഷ്യ ആയിട്ട് റിലേറ്റഡ് ആയിട്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് പ്രൊസീജിയേഴ്സ് എല്ലാം തന്നെ ആ ഇൻഫെക്ഷൻ കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ മെക്കാനിസം കറക്റ്റായിട്ട് മാനേജ് ചെയ്തെന്ന് ഉറപ്പ് വരുത്തേണ്ട ജോലിയുണ്ട്. അതുപോലെ നമുക്ക് ഇൻട്രാ ഓപ്പറേറ്റീവ് അഡ്വേഴ്സ് റിയാക്ഷൻസിൻ്റെ ഈവൻസ് റെക്കോർഡ് ചെയ്യാനും മോണിറ്റർ ചെയ്യാനും റെക്കോർഡ് ചെയ്യാനും ഉള്ള സംവിധാനം നമ്മുടെ ഹോസ്പിറ്റലിൽ ഉണ്ടാവണം. കാരണം നമ്മൾ ഒരു അനസ്തേഷ്യ ഡിപ്പാർട്ട്മെൻറ്റിൽ അനസ്തേഷ്യോളജിസ്റ്റിൻ്റെ എണ്ണം നമ്മുടെ നമ്പർ ഓഫ് സർജറീസ് പ്രൊസീജിയേഴ്സിൻ്റെ എണ്ണവുമായിട്ട് ചേർന്ന് പോകണം. ഇവിടെ ഒരാൾ സപ്പോർട്ട് ചെയ്തിട്ട് ടെക്നീഷ്യനെ ഏൽപ്പിച്ചിട്ട് അടുത്തടുത്തേക്ക് ഓടിപ്പോകരുത്. കാരണം പ്രസൻസ് ഓഫ് അനസ്തേഷ്യോളജിസ്റ്റ്
വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ് ടു റിക്കവറി ഏരിയയിൽ അനസ്തേഷ്യോളജിസ്റ്റ് ആണ് ഡിസൈഡ് ചെയ്യുക ഇവരെ റിക്കവറി ഏരിയയിൽ നിന്ന് വാർഡിലേക്ക് മാറ്റണോ വേണ്ടയോ എന്ന്. സോ ഒരു സർജറി ആയിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ അനസ്തേഷ്യോളജിസ്റ്റ് ആണ് അവിടെ ആ പേഷ്യൻറ്റിൻ്റെ റിയൽ റെസ്പോൺസിബിൾ പേഴ്സൺ എന്ന് പറഞ്ഞത്. ഇവിടെ നമ്മൾ കൃത്യമായിട്ടും ഒരു 10 ഒബ്ജക്റ്റീവ് എലമെൻറ്റുകളിൽ 2 കോർ ഒബ്ജക്റ്റീവ് എലമെൻറ്റും ഒരു അച്ചീവ്മെൻ്റ് ഒബ്ജക്റ്റീവ് എലമെൻറ്റും ചേർത്ത് അങ്ങനെ 7 കമ്മിറ്റ്മെൻ്റാണ്. 10 ഒബ്ജക്റ്റീവ് എലമെൻറ്റുകളിൽ കൂടെ വളരെ നല്ല ഒരു വിഷയം നമ്മുടെ ഹോസ്പിറ്റലിൽ ശ്രദ്ധയോട് ചെയ്തില്ലെങ്കിൽ, പലപ്പോഴും അനസ്തേഷ്യയെക്കുറിച്ച് വലിയ പരാതിയൊന്നും വരാറില്ല, സർജൻ്റെ പേരിലായിരിക്കും പരാതിയൊക്കെ ഉണ്ടാവുക. പക്ഷെ വളരെ ശ്രദ്ധ വേണ്ടുന്ന, നമുക്ക് അധികം കാര്യഗൗരവമായിട്ട് നോക്കാൻ പലപ്പോഴും കഴിയാതെ വരുന്ന, നമുക്ക് ആക്സസ് ഇല്ലാത്ത, എന്നാൽ അനസ്തേഷ്യ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ 100% ശ്രദ്ധ ഉണ്ടെങ്കിൽ നമ്മുടെ ആശുപത്രിയുടെ പേരും പെരുമയും ഉയർത്താൻ കഴിയുന്ന ഒരു സ്റ്റാൻഡേർഡാണ് COP13. അനസ്തേഷ്യ സർവീസസ് ആർ പ്രൊവൈഡഡ് ഇൻ എ കൺസിസ്റ്റൻറ്റ് ആൻഡ് സേഫ് മാനർ. ഈ സ്റ്റാൻഡേർഡിനെ ഡീറ്റെയിൽഡായിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കാനായിട്ട് ഇപ്പോൾ ശ്രമിക്കാം.